ഒടുവിൽ സ്വന്തം വാക്കിന് അൻവർ വില കൊടുക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ സംശയം. കാരണം അൻവർ പറഞ്ഞു, നമ്മുടെ ADGP അജിത് കുമാർ പോലീസിൽ ഒരു പ്രത്യേക വിങ് ഉണ്ടാക്കി വെച്ച് മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മാധ്യമപ്രവർത്തകർ ഇവരുടെയൊക്കെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനും ഒരു തെറ്റ് ചെയ്തു, ഞാനും ഫോൺ ചോർത്തി. അജിത് കുമാറിൻ്റെ ഭാര്യയുടെ ചോർത്തി, അജിത് കുമാറിൻ്റെ ഭാര്യ അവരുടെ സഹോദരനും പിന്നെ വിദേശത്തുള്ളൊരു ഇടനിലക്കാരനും കൂടെ സംസാരിക്കുന്നത് ചോർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തിക്ക് ടെലഫോൺ ചോർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പെഗാസസ് പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ വേണം, അല്ലെങ്കിൽ നമ്മളെ ടെലികോം ലൈനിൽ ഹാക്ക് ചെയ്ത് കയറണം. നിയമാനുസരണം ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ മൊബൈൽ കമ്പനികളുടെ തലപ്പത്തുള്ള ആളുകളെ കൈക്കൂലി കൊടുത്ത് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും നിയമവിരുദ്ധമാണ്. ഇപ്പം നടപടി എടുക്കണമെന്ന് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിരിക്കുക. ഇതിൽ PV അൻവർ പിന്നീട് കുറച്ചുകൂടി ഒരു വെളിപ്പെടുത്തൽ അടുത്ത ഘട്ടത്തിൽ നടത്തിയതാണ് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. ആ വെളിപ്പെടുത്തൽ എന്താന്ന് വെച്ചാൽ, മാവോയിസ്റ്റ് വേട്ടയ്ക്കായി രൂപീകരിച്ച ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ATS ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉപയോഗിച്ച് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തി എന്ന് അൻവർ ആരോപിച്ചു. ആദ്യം ഈ ഫോൺ ചോർത്തിയത് ഇപ്പോൾ സുനിൽ പറഞ്ഞു. രണ്ടാമത് വെളിപ്പെടുത്തിയപ്പോൾ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ഉപയോഗിച്ച ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉപയോഗിച്ച് സുജിത് ദാസ്, അത് ആ ഭാഗത്താണ്, മലപ്പുറത്തല്ല, അരീക്കോട്, അതായത് നിലമ്പൂർ മേഖലകളിൽ, അതായത് അൻവറിന്റെ മണ്ഡലത്തിലാണ് ഈ ആന്റി മാവോയിസ്റ്റ് മൂവ്മെന്റ് നടക്കുന്നത്. അവിടെ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയുള്ള പോലീസ് ഓഫീസർമാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് അൻവറിന്. ആ സംവിധാനം ഉപയോഗിച്ച് അൻവർ ചോർത്തിയതായിരിക്കും. അതാ ഇത്രയും കൃത്യമായ വിവരം പുള്ളിക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് എന്റെ മനസ്സിൽ ഇത് കറക്റ്റാണ്. പുള്ളി പറഞ്ഞ ഇങ്ങനെയാ, അരീക്കോട് പഴയ MSP ക്യാമ്പ് ആസ്ഥാനത്താണ് ATS പ്രവർത്തിക്കുന്നത്. എന്തൊരു നോളജ് അദ്ദേഹത്തിന്. അത് കഴിഞ്ഞ് പറയുകയാണ് അൻവർ, അസിസ്റ്റന്റ് കമൻഡാന്റ് അജിത്, ജീവനക്കാരായ KK ജിനീഷ്, NS ശരത്, ജയപ്രസാദ്, രൂപേഷ് എന്നിവരുടെ സഹായത്തോടെയാണ് ഫോൺ ചോർത്തിയത്. അവിടുത്തെ ആളുകളുടെയൊക്കെ പേരുമൊക്കെ അറിയാം. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ കാരിയറെ ഭീഷണിപ്പെടുത്താൻ സുജിത് ദാസ് ലാപ്ടോപ്പിൽ മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തിയതിൻ്റെ വിവരങ്ങൾ കാണിച്ചെന്നും അൻവർ പറഞ്ഞു. പത്രവാർത്ത അൻവർ പറഞ്ഞാണ് സുജിത് ദാസ് ചോർത്തിന്ന്. സുജിത് ദാസിൻ്റെ തലയ്ക്കൊരു സാധനം വെച്ചിരിക്കുന്നു. അവിടെ ഒരു ATS സംവിധാനമുണ്ട്. അതുമായിട്ട് ശരിക്കും ബന്ധമുണ്ടാകാൻ സാധ്യതയുള്ള ഒരാളാണ് അൻവർ. അതെ, അൻവർ പറഞ്ഞു വന്നിട്ട് ക്ഷമാപണം നടത്തി, ഞാൻ ക്ഷമ പറയുന്നു, അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ ചോർത്തി. അങ്ങനെ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്തു എന്നാണ് അൻവർ ഇപ്പോൾ അന്ന് സമ്മതിച്ചത്. അതിപ്പോൾ ഗവർണർ കണ്ട് വളരെ സീരിയസ് ആയി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക. പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? അൻവർ ഞാനൊരു വീരനാണ് എന്നുള്ള മട്ടിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ സംവിധാനമൊക്കെ ഉണ്ട്, ഇതൊക്കെ ചോർത്തും എന്നൊക്കെ. ഈ ടെലിഫോൺ ചോർത്തണം എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി വിചാരിച്ച് ചീഫ് സെക്രട്ടറി കത്ത് കൊടുത്ത് പോലീസിന്, അങ്ങനെയൊക്കെ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം മിനിമം, പിന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതി വേണം. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. ഇതൊന്നും പാലിക്കാതെ ഒരു സ്വകാര്യ വ്യക്തി ഫോൺ ചോർത്തി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ അൻവർ ഈ ആഫ്രിക്കയിലൊക്കെ പോകുന്ന ആളാണല്ലോ. സിയറാലിയോൺ, അവിടെ ഭരണമൊന്നുമില്ല. ആഭ്യന്തര സമരത്തിൽ തകർന്ന് നാശമായിട്ട് വലിയ പണപ്പെരുപ്പാണ്. നമുക്കൊരു ചായ കിട്ടാനായിട്ട് 1 ലക്ഷം രൂപയൊക്കെ കൊടുക്കണം അവിടെ. അതെ, സ്വർണ്ണ ഖനികളൊക്കെ ഉണ്ട്. ഈ ഖനികളൊക്കെ ഇരിക്കുന്ന മാഫിയകളുടെയും അധോലോകത്തിന്റെയും തീവ്രവാദ സംഘടനകളുടെ കയ്യിലാണ്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യനൊന്നും പറ്റില്ല. എതിരാളികളുടെ മൂവ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അവിടെ ഈ ഫോൺ ചോർത്തലൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ അത്തരം എന്തെങ്കിലും സംവിധാനങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടായിരിക്കുമോ അൻവർ ചോർത്തിയത്? കാരണം അൻവർ തന്നെ സമ്മതിച്ചു, മാപ്പും പറഞ്ഞു. അവിടെ ഫോൺ ചേർത്തണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ ആഭ്യന്തര സമരം നടത്തിയ ഓരോ ഇൻഡിവിജ്വൽസും ഉണ്ടല്ലോ, 20 വയസ്സുള്ള പിള്ളേർ, 18 വയസ്സുള്ള പിള്ളേർ, തോക്കൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. കാരണം അവിടെ ഭരണം ഇല്ലായിരുന്നു കുറേ വർഷങ്ങൾ, ആഭ്യന്തര യുദ്ധം കാരണം. തോക്കുമായിട്ട് പോയിട്ട് ചോർത്തടാന്ന് പറഞ്ഞാൽ മതി, ചോർത്തി കൊടുക്കും. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ വലിയ അതീവ ഗൗരവത്തിലുള്ള ഒരു സംവിധാനം അൻവറിൻ്റെ പക്കൽ
അൻവർ തന്നെ അൻവറിൻ്റെ ഭാഷയിൽ പറയുകയും ഞാൻ അങ്ങനെ ചെയ്തതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്ത് പത്രസമ്മേളനത്തിലാണ്. അതായത് അഡ്മിറ്റ് ചെയ്തു. അതിന് മാപ്പ് അപേക്ഷിച്ചു. പക്ഷെ മാപ്പ് അപേക്ഷിച്ചു എന്നതുകൊണ്ട് ക്രൈം അല്ലാതാവില്ല. അൻവർ ടെലിഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അൻവർ സുജിത് ദാസിൻ്റെയും MR അജിത് കുമാറിൻ്റെയും ഭാര്യയുടെയും മാത്രമേ ചോർത്തിയിട്ടുണ്ടാവുകയുള്ളൂ. അൻവറിന് അതേ സംവിധാനം ഉപയോഗിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോർത്താം. നമ്മൾ ABC അങ്ങനെ അൻവർ കുറേ 4-5 ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാര് അൻവറിന് വേണ്ടാത്ത ഉദ്യോഗസ്ഥന്മാരെ, അതെ വേറെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും വേണ്ടപ്പെട്ടവരുണ്ടാവും. അപ്പോൾ വേണ്ടാത്തവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേണ്ടുന്നവരുടെ പേര് പറഞ്ഞിട്ടില്ല. സർക്കാരാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് എല്ലാ പോലീസുകാരെയും മാറ്റിക്കൊടുക്കും. അല്ല സാർ, ഞാൻ പറയുന്നത് അൻവറിന് ഇങ്ങനെ ചോർത്താൻ അൻവർ തന്നെ പറഞ്ഞ ഭാഷയിൽ ഞാൻ ചോർത്തിയിട്ടുണ്ട്, അതിൽ ഞാൻ ആ തെറ്റ് ചെയ്തു, അതിന് ഞാൻ ക്ഷമ പറയുന്നു എന്ന് പറയും. ക്ഷമ കൊണ്ട് തീരുന്ന കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോർത്താനുള്ള സംവിധാനം കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഗവർണറുടെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നല്ലതാണല്ലോ. ഇനി അതൊന്നുമല്ല, അൻവറിൻ്റെ കേസുകൾ ഹൈക്കോടതിയിലുണ്ട് ഇല്ലേ? അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒക്കെ ചോർത്തിയിട്ടുണ്ടാകാം എന്ന് ആരെങ്കിലും സംശയിച്ച തെറ്റ് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അവിടെ ധാരാളം കേസുകളുണ്ട്. മലപ്പുറം കലക്ടർ ആരൊക്കെയായിരുന്നു എപ്പോഴും ചോർത്തിയിട്ടുണ്ടാവും. കാരണം കലക്ടറുടെ കയ്യിൽ ധാരാളം കേസുകൾ ഇങ്ങയുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒക്കെ ആയിട്ടൊക്കെ കിടപ്പുണ്ട്. ഏതായാലും അൻവർ പറയണം, അൻവർ ചോർത്തി എന്ന് സമ്മതിച്ചു, അഡ്മിറ്റ് ചെയ്തു. എങ്ങനെ ചോർത്തി, ആരുടെ സഹായത്താൽ, അതിനുള്ള മെക്കാനിസം. ഇനി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വല്ലതും അൻവറിൻ്റെ ഉണ്ടാകുമോ? അങ്ങനെയും ഉണ്ടാകാം. കാരണം മുമ്പ് ചെന്നൈയിലൊരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഒരു വീട്ടിൽ പ്രവർത്തിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ടെലിഫോൺ ചോർത്തി എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രശേഖറിൻ്റെ സർക്കാർ വീണത്. അല്ല, അൻവർ ഒരു വലിയ കേസ് നമ്മുടെ മറുനാടൻ ഷാജനെതിരെ കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ വയർലെസ് ചോർത്തി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഷാജനെ തൂക്കിക്കൊല്ലണമെന്ന് അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അൻവർ ടെലിഫോൺ ചോർത്തി കേരളത്തിലെ ലോ ആൻഡ് ഓർഡറുള്ള ADGPയുടെയും ഭാര്യയുടെയും ഫോൺ ചോർത്തിയ അൻവറിനെ എന്ത് ചെയ്യണം? അല്ല, മുഖ്യമന്ത്രിയുടെ ചോർത്തിട്ടുണ്ടാവും. ചോർത്തിക്കാണാ കാരണം മാവോയിസ്റ്റ് വേട്ടയുടെ ATS വെച്ചിട്ടല്ലേ ചോർത്തിട്ടുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഹൈക്കോടതിയിൽ അൻവറിന്റെ കേസുകളുണ്ട്, ഇതൊക്കെ പൊളിക്കണമെന്നുള്ള ആ ജഡ്ജിയുടെ ചോദിക്കാമല്ലോ. മാത്രമല്ല, നമുക്ക് അത്ഭുതമായി തോന്നിയിരുന്നത് പണ്ട് സുരേന്ദ്രനൊക്കെ പല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പത്രസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. ചാനലിലൊക്കെ കൊള്ളാവുന്ന റിപ്പോർട്ടർമാരില്ലാത്തത് കൊണ്ട് ഈ വെളിപ്പെടുത്തലെടുത്താണ് ചർച്ച. അൻവറിൻ്റെ കയ്യിൽ എത്ര ഇൻഫർമേഷനാണ്. അതെ, അതിൽ ഇൻഫർമേഷൻ പറഞ്ഞപ്പോൾ അൻവർ പത്രസമ്മേളനം നടത്തിയല്ലോ. ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നത് മാത്രമല്ല, മയക്കുമരുന്നിനെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതുമാത്രം നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല. എന്ന് പറയുന്നത് പോലെ അൻവർ സ്വയം അഡ്മിറ്റ് ചെയ്തു, ഞാൻ ഫോൺ ചോർത്തി, അത് തെറ്റാണ്, അതിന് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ മാധ്യമ പ്രവർത്തനം ഞാൻ ഈ ഭാഗമാണ് ശ്രദ്ധിച്ചിരുന്നത്. തിരിച്ച് അങ്ങോട്ട് നിങ്ങൾക്കെതിരെ ചോർത്താൻ അധികാരമുണ്ടോ, അതിനുള്ള സംവിധാനം നിങ്ങൾക്ക് എവിടെ കിട്ടി, അത് നിയമവിരുദ്ധമല്ലേ എന്ന് തിരിച്ചൊരു മാധ്യമ പ്രവർത്തനം ചോദിച്ചില്ല. ഇന്ന് വരെ അൻവർ ചെയ്ത ഈ ക്രൈം ഇതൊരു ക്രൈമാണ്. അൻവർ തന്നെ സമ്മതിച്ചതാണ്, നമ്മൾ പറയുന്നതല്ല. ആ ക്രൈമിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞില്ല. ഒടുവിൽ ഗവർണർക്ക് ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ഗവർണർ കണ്ടുപിടിച്ചു ഇതിനകത്തൊരു കുഴപ്പമുണ്ടല്ലോ. വേറെ എന്തൊക്കെയോ പറയുന്ന VD സതീശനും ഇതിനെ ചോദ്യം ചെയ്തില്ല. VD സതീശന്റെയും ചിലപ്പോൾ ഉറപ്പായിട്ടും സതീശൻ 150 കോടി രൂപ മീൻവണ്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ മിനിമം സതീശനെങ്കിലും ചോദിക്കേണ്ടതാണ്. സതീശനൊന്നും ബോധവും വിവരവും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ തനിക്ക് എങ്ങനെ ഒരു MLA ആയ ഒരു സ്വകാര്യ വ്യക്തിയായ താങ്കൾക്ക് എങ്ങനെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കടന്നു കയറാൻ കഴിയുന്നു, ചോർത്താൻ കഴിയുന്നു എന്നുള്ള കാതലായ ചോദ്യം കേരളത്തിലെ പ്രതിപക്ഷം ചോദിച്ചില്ല. അതെന്തോ പേടിച്ചിട്ടായിരിക്കാം. കാരണം ഇടയ്ക്കിടയ്ക്ക് പുനർജനി എന്നും പറയുന്നുണ്ടായിരുന്നു അൻവർ, അങ്ങോട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ വരുമോ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലിപ്പ് വരുമോ എന്നൊക്കെ. പക്ഷെ ഞാൻ കരുത് അൻവറിൻ്റെ ഇതിനുള്ള സംവിധാനം ഒന്നും കാണില്ല, ചുമ്മാ അടിച്ചു വിട്ടതായിരിക്കും. നാക്കുപിഴ, സ്വന്തം നാവ് കഴുത്ത ചുറ്റുന്ന അവസ്ഥയാവുമോ? അതെ, അതായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ട് എന്ന് വേണമല്ലോ കരുതാൻ. അതെ, ടെലികമ്മ്യൂണിക്കേഷൻ നിയമപ്രകാരം തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേന്ദ്ര ഏജൻസികൾ അത് അന്വേഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിടയ്ക്ക് ചർച്ച ചെയ്താണ് ആ മാവോയിസ്റ്റ് വേട്ട അവസാനിപ്പിച്ചിരിക്കുന്ന അമിത്ഷാ പറഞ്ഞില്ലേ, ഇവിടെ മാവോയിസ്റ്റ് വേട്ടയുടെ സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നല്ലേ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്.
പേര് പറഞ്ഞിരിക്കുന്നത് സുജിത് ദാസിൻ്റെ ആണേ ഉള്ളൂ. ആ കേസിൽ സുജിത് ദാസിനെ ചോദ്യം ചെയ്യുമ്പോൾ കുറേ വിവരം കിട്ടുമല്ലോ. എന്തായാലും കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പറഞ്ഞ് അൻവറിക്ക സ്വയം ഒരു കുഴി കുത്തി അതിൽ ചാടുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നുന്നു. അതെ, അദ്ദേഹം കേന്ദ്രത്തിൻ്റെ വലയിൽ പെടുന്ന പരിപാടിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ ലിസ്റ്റിലുള്ള കാര്യമാണ്. അതുമാത്രമല്ല അത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറയുന്ന പോലെ അൻവറിന് ഇപ്പോൾ നമ്മൾ ഈ പെഗാസസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പലരുടെയും ഫോണിലുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ ചോർത്തിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ പരിശോധനയ്ക്ക് ഫോൺ കൊടുക്കാൻ നേരത്ത് ഒരാളും പോയില്ല എന്ന് പറയുന്ന പോലെ ഇത്തരം സോഫ്റ്റ്വെയറൊക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ കിട്ടും ആഫ്രിക്കയിലൊക്കെ. അത്തരം സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുണ്ടോ അൻവർ എന്നതും അന്വേഷിക്കണ്ടേ. സെറാലിയോണിൽ കിട്ടാൻ സാധ്യതയില്ല, ഒരു തല്ലിപ്പൊളി സ്ഥലം. അല്ല, വേറെ എവിടെയെങ്കിലും ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അൻവർ, ഞാനിപ്പോഴും അൻവറിൻ്റെ ഇതൊന്നും ഉണ്ടത്, അൻവർ ഈ പുളുവടിക്കാൻ നല്ല മിടുക്കനാണ്. പറഞ്ഞ് വഷളായി എല്ലാവരുടെയും ചോർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ MR അജിത് കുമാറിന് ഈ ബുദ്ധി വന്നിട്ടുണ്ടാവാം. ഇത് പറഞ്ഞൊരു കെടിയുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ അൻവർ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെ ചൊറിഞ്ഞു, അജിത് കുമാറിനെ മാന്തി. പക്ഷേ അജിത് കുമാറിന് ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിയിൽ എന്തെങ്കിലുമൊക്കെ പണി അൻവറിന് തിരിച്ചു വരും. കേരള പോലീസിലെ ഒരു ADGP നിസ്സാരക്കാരെന്ന്. കാരണം IPSന്റെ അദ്ദേഹത്തിന്റെ ബാച്ചിൽ തന്നെയുള്ള വേറെ ആളുകൾ വേറെ കേഡറിലൊക്കെ കാണും, വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പണി അജിത് കുമാറിൻ്റെ ഒരു പണി ചിലപ്പോൾ ഷാജൻ സ്കറിയ പോലെ ആയിരിക്കത്തില്ല, അൻവർ ചിലപ്പോൾ താങ്ങൂല. അതും ഉണ്ടാവാം. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇനി അജിത് കുമാറിനെ വീഴിച്ചില്ലെങ്കിൽ അൻവർ പറയുന്നുണ്ട് എൻ്റെ ജീവന് ഭീഷണിയാണെന്നുള്ളത്. അപ്പം പോലീസ്, ഒരു സാധാ പോലീസുകാരൻ ഒരു FIR ഇടുന്ന വകുപ്പ് മതി ഒരുത്തിനെ കുരുക്കാൻ, അല്ലേ? പഴയ നമ്മൾ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള കുട്ടമ്പിള്ള ചേട്ടൻ വിചാരിച്ചാൽ പണി കിട്ടുമായിരുന്നു, പിന്നെ ഊരിയെടുക്കാൻ പണിയായിരുന്നു. ഇവിടെ കേരളത്തിൽ മുഴുവൻ നെറ്റ്വർക്കുള്ള, കേരളത്തിൽ മുഴുവൻ അടുപ്പമുള്ള ഉദ്യോഗസ്ഥരുള്ള ഒരു ADGPയാണ് വല്ലാതെ ഉപദ്രവിച്ചത്. എന്നിട്ട് കൂട്ടത്തിൽ മേനി നടിക്കാൻ കുറേ ഡമ്പും പറഞ്ഞു. എൻ്റെ കയ്യിൽ ചോർത്താനുള്ള സംവിധാനമുണ്ട്, ഭാര്യയുടെ ചോർത്തി, തൻ്റെ ഭാര്യയുടെ ഫോൺ ഞാൻ ചോർത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നതിനകത്തൊരു അശ്ലീലം കൂടിയുണ്ട്. വൃത്തികേടാണ്. അപ്പോൾ കളിച്ച് രാഷ്ട്രീയമായി നല്ല രീതിയിൽ പൊരുതുന്നതിന് പകരം ഒരു ചീപ്പ് ലെവലിലേക്ക് അൻവറിക്ക കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല സുനിൽ പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് ശരിക്ക് ചോർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഹുങ്ക് പറയില്ലായിരുന്നു. അതെ, വെറുതെ അടിച്ചതാണ്. പത്രസമ്മേളനം കണ്ടപ്പോൾ ആവേശത്തിൽ പറഞ്ഞതാണ്. അൻവറിന് ചോർത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഇനി നമ്മൾ പറയുന്നത് തെറ്റാണ്. അൻവറിനുണ്ടെങ്കിൽ അൻവർ പറയട്ടെ. ഏതായാലും ഗവർണറുടെ നടപടി അൻവറിനെ കൊണ്ട് പറയിപ്പിക്കാൻ പര്യാപ്തമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനൊരു കേസ് ഉറപ്പാണ്. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.